വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ടങ്ങ് കയറും. പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ലുട്ടിലുടുക്ക് സാധനങ്ങൾ ഉണ്ടാക്കി അവരുടെ വയറ് നിറക്കിലാണ് ഇപ്പം 2-3 ദിവസം കൊണ്ടുള്ള എൻ്റെ പരിപാടി. അങ്ങനെ ഞാൻ കുറച്ച് അരിമാവൊക്കെ എടുത്തു. അതിലോട്ട് തേങ്ങയും ശർക്കര പാവ് കച്ചിയതാണ്, ഏലക്കയും പഴം, നമ്മുടെ പാളയംകുടം പഴമെന്ന് നാട്ടിൽ പറയും, അതില്ലാത്തതുകൊണ്ട് ഞാൻ റോബസ്റ്റ് എടുത്തേ കേട്ടോ. ഞാൻ എല്ലാം ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ച് വെച്ചപ്പോഴാണ് അമ്മ പറയുന്നത് അങ്ങനെയല്ല, കുറേ കൂടെ ലൂസായിട്ട് കുഴയ്ക്കണമെന്ന്. പിന്നെ നന്നായിട്ട് കുഴച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാഴ ഇലയിൽ ഇതുപോലെ മടക്കിയെടുത്ത് അതിന്റെ അറ്റം കൊണ്ട് തന്നെ അങ്ങ് കെട്ടിവെക്കണം കേട്ടോ. നാട്ടിലൊക്കെ ആണെങ്കിൽ ഈർക്കിലുള്ളത് കൊണ്ട് അങ്ങനെ അങ്ങ് വയ്ക്കാം. അങ്ങനെ വാഴയപ്പൊക്കെ ഇഡ്ഡലി പാത്രത്തിനകത്താക്കിയിട്ട് നാളത്തേക്കുള്ള അപ്പത്തിന്റെ മാവ് ഞാൻ ഉച്ചയ്ക്ക് അരച്ച് വെച്ചതാണ് ചൂടുവെള്ളത്തിൽ. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങിയോ. ഇനി അതിൽ തന്നെ ഇരുന്ന് ആ പൊങ്ങി കളയുന്നുള്ളതുകൊണ്ട് വേറൊരു പാത്രത്തിൽ മാറ്റി തണുക്കാതിരിക്കാൻ റൈസ് കുക്കറിൽ വെച്ചതാണ്. ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റാറുണ്ട്. പിന്നെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി വാഴയപ്പം കൊണ്ട് കൊടുത്തിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ, വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കാണിക്കുന്ന കള്ള എക്സ്പ്രഷൻ.